ഈ സ്ഥലം ഏതാന്ന് പറയാമോ? ഇത് ജമ്മു ആണോ? ജമ്മു അല്ല, ഹിമാചൽ പ്രദേശിലെ രോഹൻടാങ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഓ ഇതല്ലേ ഐസ് ആക്ടിവിറ്റിക്ക് പോയതാ. ഇവിടെ അല്ലേ? എങ്ങനെയുണ്ട് ലുക്ക്? ഔ സ്ഥലം കൊള്ളാല്ലേ? അടിപൊളിയല്ലേ? പിന്നെ എന്നാ വ്യൂ അല്ലേ? അസാധ്യം. ഇതിലേക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. വേറെ വീഡിയോയിലല്ലേ? അടിപൊളി അടിപൊളി റൈഡായിരുന്നത്. നമ്മൾ ആ മണാലി ചെന്നിട്ട് മണാലിയിൽ നിന്ന് ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ട് അങ്ങനെ വന്നു. നമുക്ക് 2 ഫ്രണ്ട്സിനെ അവിടെ വെച്ച് പരിചയപ്പെട്ടായിരുന്നു. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ് ഈ ലോക്കൽ ട്രെയിനിൽ വെച്ചിട്ട്. ലോക്കൽ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോയ് ട്രെയിനിൽ. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടതാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ ഷെയർ ഒക്കെ ചെയ്ത് യാത്രയൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ വന്നതാണ്. ഈ രോഹൻടാങ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ചെന്ന സമയത്തില്ലേ, ഏപ്രിലായിരുന്നു. ശരിക്കും ജനുവരി മുതൽ മാർച്ച് വരെയാണ് മഞ്ഞിൻ്റെ സമയം. പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് മഞ്ഞൊക്കെ ഏകദേശം മാറി. അപ്പോൾ ഈ ഒരു ഏരിയയിൽ എത്തണമായിരുന്നു ഈ ഐസിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ ഐസ് ഇങ്ങനെ എന്താ ഉരുക്കി തീരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഭാഗത്ത് അത്യാവശ്യം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഏപ്രിൽ ആ സമയത്ത് പോയതാണ്. കണ്ടത് ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ്, അങ്കിത്തും അവൻ്റെ ഫ്രണ്ടും കൂടി. മലപ്പുറത്തുള്ള ഫ്രണ്ട്, സോറി മലപ്പുറം മധ്യപ്രദേശുള്ള ഫ്രണ്ടാ. നല്ല രസമായിരുന്നു കേട്ടോ. ഇവരെ കൂട്ടുപിടിക്കാനുള്ള ഒരു കാരണം കൂടി ഉണ്ട്. ഒന്ന് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവർ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹിന്ദിയിലൊക്കെ ബാർഗെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ആ കൊളോക്കിയൽ ലാംഗ്വേജ് നമുക്ക് വരില്ല. നമ്മൾ പറയുന്ന ഹിന്ദിക്ക് അവർക്ക് മനസ്സിലാവും സൗത്ത് ഇന്ത്യൻസ് ആണ്. അപ്പോൾ കുറച്ചും കൂടെ ബാർഗെയിനിങ് കപ്പാസിറ്റി കൂടാൻ ഇവരാ നല്ലത്. പക്ഷേ ഇവർ നല്ല ബാർഗൈനേഴ്സും ആയിരുന്നു കേട്ടോ. ഓരോന്നും ചോദിച്ച് വാങ്ങി പിടിച്ച് അത്യാവശ്യം കിട്ടിയ റേറ്റ് മെച്ചാണോന്നറിയില്ല, എങ്കിലും കുറേ റേറ്റുകളൊക്കെ കുറച്ചിട്ടുണ്ട്. ഇനി മറ്റവർക്ക് അവർക്കറിയാലോ ബാർഗെയിൻ ചെയ്യുന്നത്, അപ്പോൾ കൂട്ടി വെച്ചിട്ട് വേണമെങ്കിൽ കുറയ്ക്കാനും ചെയ്യാമല്ലോ. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. പറഞ്ഞില്ല അത്ര മഞ്ഞ്. ഈ പോരുന്ന വഴിക്കായിരുന്നു നമ്മൾ ഈ പാലമൊക്കെ കണ്ടത്, നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നത്. നമ്മൾ ഇവിടെയും ഇവർ വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഇടുന്ന ഡ്രസ്സൊക്കെ ഇല്ലേ, ഷൂസ്, പിന്നെ ഗ്ലാസ് നമ്മൾ കൊണ്ടുപോയായിരുന്നു. പിന്നെ അങ്ങനെയുള്ള ആ ഇപ്പം ഇട്ടുകൊണ്ട് പോകുന്നുണ്ടല്ലോ നമ്മൾ, അപ്പം തെർമൽസും അതെല്ലാം നമ്മൾ നേരത്തെ അവിടെ നിന്ന് തന്നെ വാങ്ങി കൊണ്ടുവന്നു. അതിനുശേഷം ഇവിടെയും കിട്ടും. പക്ഷെ നമ്മൾ ആ പോരുന്ന വഴിക്ക് നമ്മുടെ വണ്ടിക്കാരൻ കാർ ഡ്രൈവർ അവിടെ നിന്ന് ഒരു ഷോപ്പൊക്കെ ഉണ്ട്, അവിടെ നിർത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയായിരുന്നു. അത്യാവശ്യം ഉണ്ട് കേട്ടോ. തെർമൽ ജാക്കറ്റിന് ഒരു 300 രൂപയൊക്കെ അവർ റേറ്റ് പറയണത്. ബൂട്ടിന് 150 രൂപ. ഇതെല്ലാം വാടകയ്ക്ക് കേട്ടോ. ഗ്ലൗസും ഹെഡ് ക്യാപ്പിനൊക്കെ 100 രൂപ. പിന്നെ ഗൂഗിൾസ് വേണമെങ്കിൽ 100 രൂപ കൂടെ കൊടുക്കണം. ഏകദേശം ഒരു 600-700 രൂപയാകും ഈ ഒരു ഫുൾ സെറ്റിന്. രസം കേട്ടോ. നമുക്ക് എന്നെ തണുപ്പാന്നറിയോ ഇവിടെ കാണുമ്പോൾ പറയാം, ഐസ് ആയതുകൊണ്ട്. പക്ഷെ ഒരു പ്രത്യേക ഫീലാണ്, നല്ല അടിപൊളിയായിട്ട്. മലയാളികളൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഉണ്ട് മലയാളികൾ, ഒരുപാട് പേരുണ്ടായിരുന്നു. ഭയങ്കര ഫ്രീസിങ്ങാണ്. നീ നോക്കിയേ ആ മഞ്ഞ കിടക്കണത് മുഴുവൻ. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ഭാഗം എനിക്കൊന്ന് മഞ്ഞ കുരിയ കൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ചെളിയും ഉണ്ടായിരുന്നു. അത് മഞ്ഞും ചെളിയും കൂടെ മിക്സ് ആയതുകൊണ്ട് ചില ഭാഗത്ത് കുഴപ്പമില്ല. എങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് അടിപൊളിയാണ്. ഒരു മല നിറയെ മഞ്ഞൊന്നുമില്ലാതെ ജസ്റ്റ് ഇങ്ങനെ വരണ്ട് കിടക്കുക. തണുപ്പുണ്ട് എല്ലാ സ്ഥലത്തും, പക്ഷേ ഈ ഒരു സൈഡ് ഭയങ്കര മഞ്ഞായിരിക്കും. അങ്ങനെ അതിലേക്ക് പോകുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫി എടുക്കുക. അവിടെ കുഞ്ഞു കുഞ്ഞ് ടീ സ്റ്റാൾ പോലെയൊക്കെ ഉണ്ട്, കണ്ടതേ. ഇതേപോലെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ ഇതൊക്കെ എടുത്ത് ഇതിനൊക്കെ സെപ്പറേറ്റ് ചാർജ് കൊടുക്കണം കേട്ടോ. എക്സ്ട്രാ ഉണ്ട്. ഇത് കൂടാതെ ഈ സ്നോ റൈഡിങ് നമ്മൾ പോയ സമയത്ത് ആ ഭാഗത്തില്ലായിരുന്നു. കാരണം അതൊക്കെ ഈ ജനുവരി മുതൽ മാർച്ച് വരെയൊക്കെ പോയി കഴിഞ്ഞാലേ കിട്ടുള്ളൂ. കണ്ടോ ഇതേപോലത്തുള്ള ആക്ടിവിറ്റീസ് മേളിൽ നിന്ന്. രസമാണ്. ഇതൊരു പാക്കേജായിട്ടാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകണം. താഴേന്ന് എടുക്കാം, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മൾ അതായത് മണാലിയിൽ നിന്ന് പോകുന്ന വഴിക്ക് തന്നെ നമുക്കിതൊക്കെ ബുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പോകാം. അപ്പോൾ ഈ ഡ്രൈവർ നമ്മൾ ഇതൊക്കെ കൊണ്ട് കാണിക്കും, കാരണം അവർക്ക് എന്താ കമ്മീഷൻ കിട്ടുമായിരിക്കും. ഓട്ടോമാറ്റിക്കലി എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. അപ്പോൾ കണ്ടോ നല്ല രസമാണ്. ഇത് എത്ര വേണമെങ്കിലും കുറേ സമയമൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഐസ് സ്കീയിങ് ചെയ്യാം. ഐസ് സ്കീ നമ്മൾ വന്നിട്ട് നമ്മൾ ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. പക്ഷെ അത്ര ഇതൊന്നുമില്ല. കണ്ട നമ്മൾ ചായ കുടിച്ചിട്ട് ഇരിക്കുന്നവരെ ഈ ഒരു സമയത്തില്ല, നല്ല ചൂട് ചായ അല്ലെങ്കിൽ ചൂട് കോഫി കിട്ടിക്കഴിഞ്ഞാലല്ലേ അടിപൊളിയായിരുന്നു. നമ്മളെല്ലാവരും കൂടി ആ കമ്പനി അടിച്ച്. പക്ഷെ അതിലൊരു ഗുണം എന്താണെന്നുണ്ടെ ഇവർ 4 പേരും കൂടി ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ കുറേ എക്സ്പെൻസ് കട്ടയിൽ ചെയ്യാൻ പറ്റി. ആണല്ലേ, അടിപൊളിയായിട്ട്. കാരണം ഇതൊക്കെ ശരിക്കും നല്ല നട്ടുച്ച സമയം കേട്ടോ. ഇപ്പം ഈ ഒരു സമയമൊക്കെ വന്നിട്ട് വെയിലുണ്ട് നന്നായിട്ട്, പക്ഷെ ഒട്ടും ചൂടില്ല. പക്ഷെ എന്നാലും നമ്മൾ കുറച്ചൊക്കെ ആ ജാക്കറ്റൊക്കെ ഒന്ന് ഊരി. പക്ഷേ നമ്മൾ ഐസിലേക്ക് പോകുമ്പോൾ ജാക്കറ്റ് ഇട്ട് തന്നെ പോകേണ്ടി വരും. ഇല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു കാലാവസ്ഥയോട് ചോദിച്ചല്ലല്ലോ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര പ്രശ്നം വരും ബോഡിക്കൊക്കെ. അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ
ഇരിക്കണം. പിന്നെ ഗ്ലാസ് കമ്പൽസറി, കൂളിംഗ് ഗ്ലാസ്, എസ്പെഷ്യലി ഒരു ഗ്രീനിഷ് ടൈപ്പ് ഗ്ലാസ് ആണെങ്കിൽ കുഴപ്പമില്ല. അത് അവന് ടെക്നാറ്റില്ലേ അതേപോലെ ഗ്രീനിഷ് ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ വരുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് വരരുത്, ഇല്ലെങ്കിൽ കണ്ണൊക്കെ ഭയങ്കര ഇതായി പോകും. ഈവൻ വേനെടുക്കുന്നില്ല, സൈറ്റിന് പ്രശ്നം വരും, ഐസൈറ്റിന് വരെ പ്രശ്നം വരും. കാരണം ഈ സൂര്യപ്രകാശം നേരെ വന്ന് അടിച്ച് നേരെ കണ്ണിലേക്കല്ലേ പോകുന്നത്. ആ ഭയങ്കര നീ നമ്മുടെ വാർക്കമേളിലൊക്കെ വെള്ള പെയിന്റ് അടിച്ച് നോക്കുമ്പോൾ കണ്ടല്ലേ, കണ്ണ് നമുക്ക് തുറന്നു നോക്കാൻ പറ്റില്ലല്ലോ. നോക്ക്. അപ്പോൾ ഈ ഐസിൻ്റെ അവിടെ ഒന്ന് നോക്കിക്കുക, നല്ല വെട്ടത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണൊക്കെ അടിച്ചു പോകും. അതുകൊണ്ടാണ് മിക്കവാറും സ്കീയിങ് ചെയ്യുന്നവരൊക്കെ നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, എല്ലാവരും ഗ്ലാസ് ചെയ്ത് ഒരു പച്ച ഗ്ലാസ് ഒക്കെ വെച്ച് പോരുന്ന വഴിക്കൊക്കെ ഇതൊക്കെ തരൂ കേട്ടോ. 100 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെച്ച് കിട്ടും. അതിനൊക്കെ വിൽപ്പനയൊക്കെ ഉണ്ട്. നമ്മുടെ അങ്കിത് ഭായ് അവിടെ കണ്ട സ്കീയിങ് ഒക്കെ ചെയ്യിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടി, ഇവരാണ് ഫസ്റ്റ് സ്കീയിങ് തുടങ്ങുന്നത്. നമ്മൾ ചെയ്യുന്നുണ്ട് പുറകിലേക്ക് വന്നിട്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്തായാലും കുളു മണാലി മിസ് ചെയ്യുക അല്ലേ, പോകണം തോന്നല്ലേ, നാളെ പോകുമോ? കണ്ടത് പിടിച്ച് കയറ്റുക. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഇവർ ആ ഷൂസ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ടൈറ്റായിട്ട് കെട്ടില്ല. കാരണം അത് ടൈറ്റായിട്ട് കെട്ടണം എന്നുള്ളതാണ്, പക്ഷേ നന്നായിട്ട് സ്കീയിങ് അറിയുന്നവർക്ക് മാത്രമേ അത് കെട്ടിയാൽ ഉള്ളൂ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വീഴുമ്പോൾ നമ്മുടെ കാലൊക്കെ ഫ്രാക്ചർ ആകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ശരിയാണത്. ഇപ്പോൾ ലൂസായിട്ട് ഇട്ടിട്ടാണ് കയറ്റുന്നത്. കാരണം ഇതൊക്കെ ചെറിയ ഏരിയയല്ലേ ഉള്ളൂ. ഇതാ കയറ്റത്തുനിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് സ്കീൻ ചെയ്തിങ്ങ് വരും. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലേ, ആ കമ്പിയുടെ തന്നെ ഒരു കുത്തി അങ്ങനെ കയറാം. കണ്ട ആ മഞ്ഞിൽ കുത്തി ഇറങ്ങാൻ പാകത്തിന് കണ്ട. അതെ, ആ പിടിച്ച് നിർത്തിയിട്ട് നിൽക്കണില്ല. ഇതൊക്കെ ട്രെയിനേഴ്സ് ആട്ടോ, അവിടെ കുറേ ട്രെയിനേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് സേഫ്റ്റി അവർ വളരെ കാര്യമായിട്ട് നോക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ. കാരണം ഇത്രയും ടൂറിസ്റ്റ് വരുന്നതല്ലേ, ഒരുപാട് പാർക്കിംഗ് ചെയ്യാനും സ്ഥലമുണ്ട് കേട്ടോ വണ്ടിയുടെ. അവിടെ അവരുടെ തന്നെ വണ്ടി വിളിച്ച് പോവുകയാണ് എപ്പോഴും നല്ലത്. നമ്മൾ ട്രക്കിങ് പോകുമ്പോൾ നമുക്ക് ആ ഈ ഐസൊക്കെ വീഴുന്ന സമയത്ത്, ഈ സമയം ഞങ്ങൾ പോകുന്ന സമയത്ത് കുഴപ്പമില്ലായിരുന്നു. അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പോൾ വണ്ടി കയ്യിൽ നിൽക്കണമെന്നില്ല, സ്ലിപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അവരാകുമ്പോൾ അവർക്ക് സ്ഥിര എക്സ്പീരിയൻസ് ഉള്ള കാരണം കുഴപ്പമില്ലല്ലോ. നോക്കി കേൾക്കണ്ട ഓരോ ആക്ടിവിറ്റി. പക്ഷെ മടുക്കൂല കേട്ടോ. ഞങ്ങൾ രാവിലെ പോയിട്ട് വൈകിട്ടാണ് വന്നത്. വൈകിട്ട് ഒരു സന്ധ്യാസമയമൊക്കെ ആയി കഴിഞ്ഞ് വന്ന് അതിനുശേഷം മണാലിയിൽ ആ മാർക്കറ്റൊക്കെ രാത്രി എക്സ്പ്ലോർ ചെയ്ത് ഭയങ്കര വൈബായിരുന്നു. സ്റ്റേ മണാലി ചെയ്തായിരുന്നു നമ്മൾ. ശരിക്കും അന്ന് നമ്മൾ രാത്രി ബസ്സിനെ കണ്ടും ഏർലി മോർണിംഗ് എത്തിയതിന് ശേഷം പോയി ഫ്രഷായി, പിന്നെ അവിടേക്ക് ഒന്ന് ലോക്കൽ സൈറ്റ് സീയിങ് കണ്ടതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് അന്നും ആ രാത്രി അവിടെയൊക്കെ ലോക്കലൊക്കെ കണ്ട് പിന്നെ അത് കാണുന്നുണ്ട് നമ്മുടെ അടുത്ത വീഡിയോസിൽ കാണാം. അതിൽ ഇതേ വീണണ്ട. ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ. കാരണം നമുക്ക് ഇവിടെ ഒന്നും ഇങ്ങനെ ഒരു എൻജോയ്മെന്റ് കിട്ടില്ലല്ലോ ഐസ് സ്കീയിങ്. അല്ലെങ്കിൽ പിന്നെ ലുലുവിൽ പോകണം. ലുലുവിൻ്റെ ഉള്ളുണ്ടല്ലേ ഐസ് സ്കീയിങ്ങിൻ്റെ. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് അതേപോലെ കിട്ടില്ല. ഭയങ്കര ഇതാണ്. കുറേയൊക്കെ ശ്രമിച്ച് അങ്ങനെ, പക്ഷെ ഇത് കുറേ ചെയ്ത് കഴിഞ്ഞാൽ ഇതാവും കേട്ടോ. പക്ഷെ മേളിൽ നിന്ന് നമുക്ക് കാണാം കുറേ പേരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരൊക്കെ അവിടെ സ്കീം ചെയ്ത് മേളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുമ്പോൾ വളരെ എളുപ്പമാണെന്ന് കാണും അല്ലേ, നമ്മളെ ടോം ക്രൂസൊക്കെ ചാടി വരുന്നൊക്കെ കാണുമ്പോഴത്തേക്കും. അങ്ങനെ അത്ര വലിയ എളുപ്പമൊന്നുമല്ല. ഇപ്പൊ ഇത് ഒരു പറയാനാവാത്ത ഒരു സന്തോഷാട്ടോ അവിടെ ചെല്ലുമ്പോൾ. അതാണ് എല്ലാവരും കുളു മണാലി എന്നും പറഞ്ഞ് പോകുന്നത്. നമ്മൾ മണാലി കഴിഞ്ഞ് പിന്നെയും പോകണം കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ആ ഒരു ടണലൊക്കെ കിടക്കുന്നുണ്ട്, ഏഷ്യയിലെ ഏറ്റവും വലിയ ടണലൊക്കെ. അതൊക്കെ നമ്മൾ അടുത്ത ഒരു വീഡിയോസിൽ വരുന്നുണ്ട്, ഓരോരോ വീഡിയോസിൽ വരുന്നുണ്ട്. വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്, നല്ല കുഴപ്പൻ. അതെ. പിന്നെ ഇതിനിടയ്ക്ക് നമുക്ക് ഐസൊക്കെ ആയിട്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ എന്താ ഈ ഉരുകി വെള്ളം വരുന്നത്. അപ്പോൾ ഇതിനെ ലിങ്ക് ചെയ്ത നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ഇതിലിട്ടിട്ടുണ്ട്. അതിനെ ലിങ്ക് ചെയ്ത് വരുന്നതിൽ നമ്മൾ ആ ഇതിൽ നിന്ന് വരുന്ന വെള്ളം ഉള്ള ഒരു റിവറിൽ കൂടിയാണ് നമ്മൾ റിവർ റാഫ്റ്റിംഗ് ഒക്കെ നടത്തുന്നത്. ആ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കൂടെ കാണാനാണ്. കണ്ടിന്യൂവേഷൻ പോലെയാണിത്. അതെ, ഫാമിലിയും കുട്ടികളും എല്ലാം അടക്കമുണ്ട് കേട്ടോ ഇവിടെ. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ. മലയാളിസും ഉണ്ടായിരുന്നു. നമ്മൾ എന്തായാലും മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ സാധനം കയ്യിലുണ്ടോ. എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രസമാണ്. സമയം പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയില്ല. പിന്നെ ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല. ഒരു നൂഡിൽസ് അല്ലെങ്കിൽ അങ്ങനെ മോമോസ് അങ്ങനെയുള്ള ഫുഡൊക്കെയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം ഇവർ അവിടെ നിന്ന് താഴെ നിന്ന് കൊണ്ടുവരുന്നതാണ്. അടിപൊളി, രസം. നല്ല എൻജോയ് ചെയ്ത് പോവാം അതിൽ.
അതൊരു പ്രത്യേക ഹാപ്പിനെസ് ആണ്. അതെ അതെ, ഒരിക്കലും മിസ് ചെയ്യാൻ പോകാൻ ചാൻസ് കിട്ടുവാണെങ്കിൽ പോകണം അങ്ങേയറ്റം മുതലേ. കാരണം ഇങ്ങനെ ഒരു കാലാവസ്ഥയൊന്നും നമ്മുടെ ഈ ഭാഗത്ത് ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവും. ഇതൊരു വേറെ മൂഡ്, അത് വേറൊരു വൈബ്. പൊളപ്പിന് ആ ലുക്ക് തന്നെ കണ്ടോ, ഇതിൽ അടിപൊളിയാട്ടോ, സൂപ്പർ അല്ലേ? ഇത് കാണുമ്പോ തന്നെ നമ്മൾ ഹാപ്പി ആവും. അടിപൊളി.